അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി നോക്കട്ടോ. ഇത് ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അത് ഏതാ വേരിയൻ്റ് കാര്യങ്ങൾ നമുക്ക് ബ്രോനോട് തന്നെ ചോദിച്ചാൽ അറിയാട്ടോ. ബ്രോ, അപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരോ, എങ്ങനെയാണ് എന്താണ് സംഭവം? ഇത് ടി വി എസിലെ EV സെക്ഷനിൽ വരുന്ന iQube എന്ന് പറഞ്ഞ മോഡലാണ്. ഒരു മോഡൽ കൂടി ഇനി ഇറങ്ങാനുണ്ട്, അതൊരു സർപ്രൈസ് ആണ്. കുറച്ചുകൂടി കഴിഞ്ഞാലേ കമ്പനി റിവീൽ ചെയ്യും. നമുക്കത് അന്ന് വന്ന് ഷൂട്ട് ചെയ്യാം, അവിടുത്തെ ഇതിനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. യെസ്, നമുക്ക് iQube ഇപ്പോൾ ഏകദേശം 4-5 വേരിയൻറ്റ് ടോട്ടൽ വരുന്നുണ്ട്. ബേസ് വരുന്നത് 75 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് ഇതിപ്പം 105 കിലോമീറ്റർ വരുന്നുണ്ട്. പിന്നെ 105 തന്നെ 3 വേരിയൻസ് വരുന്നുണ്ട്. കാറ്റഗറി വൈസ് മാറ്റങ്ങൾ. ലാസ്റ്റ് വരുന്നത് 150 കിലോമീറ്റർ. അതിലൊക്കെ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് 2.2 കിലോ വാട്ട് വരുന്ന മോഡലായിരുന്നു ബാറ്ററി വരുന്നത്. പിന്നെ 3.4, ഇതിപ്പം 3.4 കിലോ വാട്ടിൻ്റെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് 3.5ലേക്ക് മാറി. അഡീഷണലി കാഴ്ചയിൽ വരുന്ന മാറ്റം വെച്ചാൽ ഈ ബാക്ക് റെസ്റ്റും കൂടി ആഡ് ചെയ്തു. അത് നോർമൽ ഇപ്പോൾ ഫാമിലി യൂസേജ് കൂടുതലും വരുന്നത് കാരണം ബാക്ക് റെസ്റ്റും കൂടി അഡീഷണൽ ആഡ് ചെയ്തു. 3.5ലേക്ക് വന്നപ്പം 105 കിലോമീറ്റർ നിന്ന് 115 കിലോമീറ്ററിലേക്ക് റേഞ്ച് കൂടിയിട്ടുണ്ട്. അത് റിയൽ വേൾഡ് റേഞ്ചാണ്. 115 തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ സ്മാർട്ടസ് കണക്ട് വരുന്നുണ്ട്. നോർമൽ എല്ലാ വാഹനങ്ങൾക്കും ജൂപ്പിറ്ററിന്റെ ഡിജിറ്റൽ മീറ്റർ വരുന്ന എല്ലാ മോഡൽസും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഈ മോഡൽ നമുക്ക് ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ടച്ച് സ്ക്രീൻ ഇല്ല. ഇത് ബേസിൽ വരുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് വരുന്ന മോഡൽ. നോർമൽ പറയുകയാണെങ്കിലും ബേസ് വരുന്ന തന്നെ പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം iQube ചിലവാകുന്നത് ഈ മോഡലാണ്. എനിക്ക് ഇതാണ് ആവശ്യം തോന്നുന്നില്ല. ഒരു ടെക്നിക്കൽ സൈഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഓവറായിട്ട് വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ വരുന്നില്ല. എന്നാൽ എല്ലാ സാധനങ്ങളും ഇൻബിൽഡ് ആയിട്ടുണ്ട്. ബേസ് ആയിട്ട് വരുന്ന നോർമൽ ആൾക്കാർക്ക് ബ്ലൂടൂത്ത് മാത്രം കണക്ട് ചെയ്ത് ആൾക്കാർക്ക് മാപ്പ് ഇടണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ബേസ് ജസ്റ്റ് ഇപ്പോൾ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 80 കിലോമീറ്റർ ആവറേജ് ഒരു ദിവസം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി മുതലാണ്. നമ്മൾ മാക്സിമം ഓട്ടം ഉണ്ടെങ്കിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡെലിവറി അല്ലെങ്കിൽ അങ്ങനെ ഏജന്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള മോഡലുണ്ട്. ഇതിൽ ആൾക്കാർ വരുന്നത് വെച്ചാൽ 2 റൈഡിംഗ് മോഡുകൾ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ്. ബേസ് മുതൽ തന്നെ 2 വേരിയന്റ് 2 റൈഡിംഗ് മോഡുകൾ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പാർക്കിംഗ് അസിസ്റ്റ് വരുന്നുണ്ട്, റിവേഴ്സ് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ബേസ് മുതലേ വരുന്നുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റർ ഒരു ദിവസം ഓടാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കൽ വൈസ് എന്തൊക്കെ സാധനങ്ങൾ വേണം അതിനനുസരിച്ച് നമുക്ക് ഫീച്ചർ നോക്കിയിട്ട് ഒരു അഡ്വാൻസ് ഫീച്ചറാണ്, ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെല്ലാ കാര്യത്തിലും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും. അപ്പം നിങ്ങൾ എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ, കിലോമീറ്റർ ആണ് കൺസേൺ വെച്ചാൽ ടോപ്പ് എൻഡിലേക്ക് പോകാം. അതല്ല നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് വേണ്ടത്, അതാണ് വേണ്ടത് വെച്ചാൽ ഇതിലേക്ക് വരാം അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്, യൂണീക്കായി നിർത്തുന്നത്. ബാക്കി ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ iQube യൂണീക്കായി നിർത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയേണ്ടാവുക? ഒന്ന് കാര്യമായിട്ട് പറയുക വെച്ചാൽ TVS എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ഇത്രയും വർഷമായിട്ട് നമുക്കുള്ള കമ്പനിയാണ്. ഇനി ഒന്നും വേണ്ട. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോക്കൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആൾക്കാർ ഏരിയയിൽ ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന് പറയാനൊരു സ്ഥലമുണ്ടോ. ഇൻ കേസ് കംപ്ലയിൻസോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ വന്ന് പറയാനുള്ള ഒരു സ്ഥലമുണ്ടോ. അതേപോലെ തന്നെ ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടർ ബേസ് വേരിയന്റ് മുതലേ വേറൊരു കമ്പനിയും ഇല്ല. ഇതൊക്കെയാണ് TVS യൂണീക്ക് ആക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് പരിപാടിയുള്ളത്. നമ്മളെ കീൻ്റെ മുകളിലാണ് ഓപ്പണിംഗ് വരുന്നത്. സ്വിച്ചും കാര്യങ്ങളൊന്നും ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം TVS വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാം, കാണിച്ചു തരും. പ്ലസ് ബ്രേക്ക് പ്ലസ് മോഡ് സ്വിച്ച്. എന്നാലേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ബ്രേക്ക് പിടിക്കുക, മോഡ് ബട്ടൺ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഹോൾഡ് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആയി. ഈ ഒരു 0 ഓഡോമീറ്റർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓൺ ആണ്. അപ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ റൈഡ് ബൈ വയർ ആണ് വരുന്നത്, ആക്സിലേറ്റർ കേബിൾ അല്ല. നമ്മൾ എന്താണോ ആക്സിലേറ്റർ കൊടുക്കുന്നത് സെയിം സാധനം. എക്കോ മോഡ്, പവർ മോഡ്. എക്കോ മോഡിൽ ഇപ്പം ഇതിൽ 72% ചാർജ് ഉള്ളതിൽ 83 കിലോമീറ്റർ വണ്ടി ഓടും എക്കോ മോഡിൽ. പവർ മോഡിലേക്ക് വരുമ്പോൾ 54 കിലോമീറ്ററിലേക്കായിട്ട് കുറയും. പവർ മോഡ് നമുക്ക് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. മാക്സിമം 50 കിലോമീറ്റർ ആണ് 2 ആറ് വെച്ചിട്ട് പോകുമ്പോൾ. അതായത് പില്ലൻ റൈഡറും കൂടി ഉണ്ടെങ്കിൽ 50 കിലോമീറ്റർ ആണ് സ്പീഡ് ഉണ്ടാവുക. സിംഗിൾ ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ 53-54 വരെ കിട്ടും. പവർ മോഡിലാണെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വരുന്നത്. പിന്നെ ടൈം, ഡേറ്റ്, ഇത്രയും സാധനങ്ങൾ മീറ്ററിനകത്തുണ്ടാവും. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ എല്ലാ വണ്ടികൾക്കും TVSന്റെ എല്ലാ സ്മാർട്ടെക്സ് കണക്ട് ഉള്ള വാഹനങ്ങൾക്കും വരുന്ന പോലെ തന്നെ കോളർ ID, SMS അലേർട്ട്, സോഷ്യൽ മീഡിയ അലേർട്ട് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് പാർക്ക് അസിസ്റ്റ് ആണ്. പാർക്ക് അസിസ്റ്റ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ വണ്ടീൻ്റെ മോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹബ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ ഹബ് മോട്ടർ വരുന്നതുകൊണ്ട് തന്നെ ബെൽറ്റ് അല്ല വരുന്നത്. അപ്പോൾ വണ്ടി ഇറക്കി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി തിരിച്ച് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. ബാറ്ററി പുറകിലാണ് വരുന്നതുകൊണ്ട് വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. പാർക്ക് അസിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡ് ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളത്. നമുക്ക് വേറെ സ്വിച്ചുകളോ അല്ലെങ്കിൽ ഓരോ കൺഫ്യൂഷൻസോ ഒന്നും വേണ്ട. ബ്രേക്ക് അപ്ലൈ ചെയ്യുക, പാർക്കിംഗ് മോഡ് 2 സെക്കൻഡ് ഹോൾഡ് വെച്ചാൽ പാർക്കിംഗ് മോഡിലേക്ക് മാറി. ഇപ്പം ഫോർവേഡ് റിവേഴ്സും കാണാം. ഫ്രണ്ടിലേക്ക് നമുക്ക് 11 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും.
ആൾ കയറി ഇരിക്കുകയാണെങ്കിൽ 9 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും. അത് വെച്ചാൽ ഒരാൾ നടക്കുന്ന സ്പീഡ്. പാർക്കിംഗ് മോഡിലേക്ക് മാറുമ്പോൾ ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. മുന്നോട്ടേക്ക് വണ്ടി ഓടിക്കുമ്പോൾ 11 കിലോമീറ്റർ സ്പീഡാണ് സെൻട്രൽ സ്റ്റാൻഡിലായതുകൊണ്ട്. ഒരാളും കൂടി കയറി നിൽക്കുന്ന സമയത്ത് 9 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും. അതായത് ഒരാൾ നടക്കുന്ന അത് അത്ര സ്പീഡ് ഉണ്ടാവുള്ളൂ. ഫ്രണ്ടിൽ നമുക്കൊരു വാഹനം അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു മതിൽ, ഗേറ്റ് എന്തോ ആയിക്കോട്ടെ, ആ സമയത്താണ് വണ്ടി അഥവാ ഫുൾ ത്രോട്ടിൽ കൊടുത്താലും 9 കിലോമീറ്റർ സ്പീഡിന് മുകളിലേക്ക് പോകില്ല. വണ്ടി നമ്മൾ കൈ തന്നെ. ഇനി റിവേഴ്സ് എടുക്കുമ്പോൾ ഒന്നുകൂടി ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സായി. റിവേഴ്സിൽ നമുക്ക് 3 കിലോമീറ്റർ സ്പീഡിൽ റിവേഴ്സ് എടുക്കാം. അതായത് വണ്ടി ഓടിച്ചു പോകാനല്ല, വണ്ടി വളയ്ക്കാൻ ആവശ്യത്തിനായിട്ട് ചെറിയൊരു ഇപ്പം റോഡൊക്കെ അൺഈവൻ റോഡ്സോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ റിവേഴ്സ് എടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ആണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്നുമില്ല, മാറ്റാൻ വേണ്ടി ഏറ്റവും എളുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക, വണ്ടി ഓൺ ആക്കി കഴിഞ്ഞിട്ട് നേരെ പാർക്കിംഗ് മോഡ് പ്രസ് ചെയ്യുക, പാർക്കിങ്ങിലേക്ക് മാറി റിവേഴ്സ് ഇടുക. അത് കഴിഞ്ഞിട്ട് ആവശ്യം കഴിഞ്ഞ് നേരെ മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലിലേക്ക് മാറി. പിന്നെ ഒരു ബെനിഫിറ്റ് റീജനറേഷൻ ഉള്ള മോഡലാണ്. അതെ, വണ്ടി നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ റീജനറേഷൻ അതൊക്കെ സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് ബെനിഫിറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് സാധനം കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ചില കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്, കുറച്ച് ലോങ് ഓടിക്കുന്ന ആൾക്കാർക്ക് 105 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനങ്ങൾ കേട്ടോ, അവർക്ക് ഏകദേശം ഒരു 105-ന്റെ മേലെ 110-ന്റെ മേലൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ കസ്റ്റമർ ഫീഡ്ബാക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ അത്ര കംപ്ലൈൻസ് ഒന്നും കേട്ടിട്ടില്ല. കംപ്ലൈൻസ് വെച്ചാൽ നോർമൽ സാധാ സ്കൂട്ടറിന് എന്തൊക്കെ കംപ്ലൈൻസുകൾ വരുന്നു അങ്ങനത്തെ കംപ്ലൈൻസുകൾ ഇതിനും വരുന്നു. ബാക്കി ബാറ്ററിനെ കൊണ്ടോ മോട്ടറിനെ കൊണ്ടോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ബ്രേക്ക് ലൂസ് ആവുക, ഡിസ്ക് പാഡ് ടയർ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഇതിന് വരുന്നു. ഇലക്ട്രിക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ടയർ കുറച്ചുകൂടി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് മാറ്റേണ്ടി വരും. അത് കോമൺ 10,000 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. ഓക്കെ. പിന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെ? ബൂട്ട് സ്പേസ് വരുന്നത് നോർമൽ ജൂപ്പിറ്ററിന് വരുന്ന അതേ സെയിം തന്നെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ സിമിലർ ആയിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ പിന്നെ ഒരു ട്രഡീഷണൽ വണ്ടിയുടെ അതേ സ്ട്രക്ചർ തന്നെയാണ്. അതെ, 2 ഹെൽമെറ്റ് വെക്കാൻ പറ്റിയ സ്പേസ്. മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത് ബൂട്ട് സ്പേസിനകത്താണ്. സ്പേസിൻ്റെ അകത്താണ്. ഓക്കെ. ഇതാണ് വണ്ടീൻ്റെ ചാർജർ വരുന്നത്. ചാർജർ നമുക്കിപ്പോൾ പുറത്ത് എക്സ്റ്റൻഷൻ കേബിൾ അല്ലെങ്കിൽ പ്ലഗോ ഇല്ലാത്ത വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 മീറ്റർ ലെങ്ത് വരുന്ന കേബിളാണ്. ഓക്കെ. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് കുറവായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആണ്. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, എത്ര ബുദ്ധിമുട്ടില്ല. ഭയങ്കര. അതേപോലെ തന്നെ 3-പിൻ പ്ലഗ്, നോർമൽ ഏത് 3-പിൻ പ്ലഗിനകത്ത് നമുക്കിത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇത് വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാം. വണ്ടിയിൽ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ചാർജിങ് സ്പോട്ട് വരുന്നത്. ഓക്കെ. ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതും കുറച്ചുകൂടി ഈസിലിയാണ്. കോമ്പാക്ട് സൈസ് ആണ്. അതെ, ഇത് വെക്കുക, ഇടത്തോട്ടേക്ക് തിരിക്കുക, കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. ഇനി ഇത് ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലൊരു ഫെസിലിറ്റിയും കൂടി വരുന്നുണ്ട്. ടെസ്റ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും വരുന്നുണ്ട്. ഓക്കെ. നമ്മൾ ചാർജർ ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രീൻ ലൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ റെഡ് ലൈറ്റ് ആയിരിക്കും വരിക, പറയാൻ പറ്റില്ല. നമുക്ക് അത് ടെസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ചാർജർ ഓഫ് ആവും. ഓക്കെ. ചാർജർ ഓഫ് ആകുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തും. ഈ റെഡ് ലൈറ്റ് കത്തുന്നതിന് ശേഷം ഈ റീസെറ്റ് ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും റെഡാണ് കത്തുന്നതെങ്കിൽ പ്ലഗിനോ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞോ കറണ്ടോ എന്തെങ്കിലും വിഷയങ്ങൾ. അതെ, ഗ്രീൻ ആണ് കത്തുന്നതെങ്കിൽ ഒന്നുമില്ല, ചാർജറും സേഫ് ആണ്. ഇപ്പോൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലഗ് മാറ്റി വേറെ ഏതെങ്കിലും പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ചാർജർ ഫാൻ വരുന്നുണ്ട്, സ്റ്റെബിലൈസിങ് വരുന്നുണ്ട്. നമുക്ക് കറണ്ട് ഇപ്പോൾ ഏത് ലെവലിലാണോ വരുന്നത് അതിനാണ് ഈ സ്വിച്ചും കൂടി വെച്ചത്. നമുക്ക് റീസെറ്റ് ചെയ്ത് പച്ചയാണ് കത്തുന്നതെങ്കിൽ ഇപ്പോൾ വോൾട്ടേജ് കൂടുതലോ കുറവാണെന്നുണ്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് സ്റ്റെബിലൈസർ മോഡിൽ തന്നെയാണ് വരുന്നത്. ചാർജർ ഒരിക്കലും കമറ്റി വെക്കാൻ പാടില്ല, ഫാൻ വരുന്നുണ്ട്. അത് പിന്നെ വണ്ടീൻ്റെ മുകളിൽ വെക്കുന്നതും അത്ര സേഫ് അല്ല, ഹീറ്റ് കുറച്ച് വരും. ഇപ്പോൾ സ്പേസ് ഇത്ര തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇൻ കേസ് ഹെൽമെറ്റും ചാർജറും ഒരുമിച്ച് വെക്കണം എന്നുണ്ടെങ്കിലും ചാർജർ മാത്രമായിട്ട് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാലും ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഒരു ജസ്റ്റ് ഒരു ക്ലോത്ത്, ഒരു കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഡാമേജസോ ചാർജറോ ഒന്നും വരില്ല. അതിൻ്റെ ബോക്സ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെയാണ് ഇത് വരുന്നത് തോന്നുന്നല്ലോ, ബൂട്ട് ഓപ്പണിംഗ് വരുന്നത്. അതാകുമ്പോൾ മറ്റേ വലിയ കൺഫ്യൂഷൻസ് ഇല്ല. നമുക്ക് മോട്ടറിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഇതിൽ വരുന്നത് ഹബ് മോട്ടറാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെൽറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓവർ കൺഫ്യൂഷൻസോ ബെൽറ്റിന് ഡാമേജസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഡയറക്റ്റ് റൈഡ് ബൈ വയർ ആയതുകൊണ്ട് തന്നെ നേരെ ഹബ് മോട്ടറായിട്ട് ഹബിലേക്ക് വരും. കറക്റ്റ് ആ വീലിൽ അത് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ IP67 റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സീറ്റിൻ്റെ ഹൈറ്റ് വരെ നമുക്ക് വെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചാലും വലിയ ഇഷ്യൂസ് വരില്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല. അതിപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ ഇറക്കാൻ പോകുന്നില്ല, പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ആയാലും വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്.
മഴക്കാലത്ത് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരാൾ ഐക്യൂബ് അണ്ടർപാസ് കൂടെ പോകുന്നത് കറക്റ്റ് ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. വീഡിയോ അത്യാവശ്യം വൈറലായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു ഇതാകുമ്പോൾ പണ്ട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഡൗട്ട് എന്താ വെച്ചാൽ ചളി വെള്ളം തെറിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, മോട്ടറിന്റെ ഉള്ളിൽ വെള്ളം കയറുമോ? ഇല്ല, ഇത് മൊത്തം അഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കാണാനും വരണം. വെള്ളം പോലും അതിനകത്തേക്ക് കയറില്ല. അപ്പം നമുക്ക് എല്ലാ സർവീസിനും ഇത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യും. ഹബ്ബ് ക്ലീൻ ചെയ്യും, മോട്ടോർ കാര്യങ്ങൾ ചെക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെക്ക്. പിന്നെ സർവീസ് ഇന്റർവെൽസും നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഇല്ല. എല്ലാം 4000 കിലോമീറ്ററിലും അല്ലെങ്കിൽ 6 മാസം ഗ്യാപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ഐക്യൂബിനെ കുറിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ബ്രോനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളും TVSന്റെ ഏത് മോഡലാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ താങ്ക്സ് ബ്രോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രോനെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി ഏതെങ്കിലും വണ്ടി സ്പെഷ്യലി അറിയണം, TVSന്റെ വണ്ടികൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.